Good evening, everyone. It's my pleasure to welcome you all to episode 4 of Base to Base IEEE Alumni Talk series. Today, we have the privilege of hosting Ms. Srilakshmi AC, a renowned personal branding strategist. With her expertise in building strong professional identities, she is here to guide us on personal branding and career growth. Thank you, Srilakshmi AC, for joining us. We look forward to hear your insights and learning how to create a powerful personal brand. Over to you. Hello, am I audible? ആരെങ്കിലും മെസ്സേജ് ഇടാവോ ക്ലിയർ ആണോ എന്ന്? Okay, thank you Asna for the introduction. Okay, so how are you all? First of all, thanks for inviting me, IEEE. ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ബേസിക്കലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ മൈ നെയിം ഈസ് ശ്രീലക്ഷ്മി AC. ഞാൻ 2023 പാസ് ഔട്ട് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ പഠിച്ചിട്ടിരുന്നത്. ഞാൻ 2021 ലാസ്റ്റ് മുതൽ ഫ്രീലാൻസിങ് ചെയ്യുകയാണ്. ഞാനും പേഴ്സണൽ ബ്രാൻഡിങ്ങും തമ്മിലുള്ള ബന്ധം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്വർക്ക്, ഫൈവർ പോലുള്ള ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ ഫ്രീലാൻസർ അങ്ങനത്തെ പല പല പ്ലാറ്റ്ഫോംസ് വഴിയാണ് എനിക്ക് ക്ലയൻസിനെ കിട്ടിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയിരുന്നത്. പിന്നെ പയ്യെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നമുക്ക് എളുപ്പം ക്ലയൻസിനെ കിട്ടത്തില്ല, അതുപോലെ ലോ പേയിങ് ക്ലയൻസിനൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ എങ്ങനെ ഹൈ പേയിങ് ക്ലയൻസിനെ കിട്ടാമെന്ന് ഞാൻ അന്വേഷിച്ചു പോയപ്പോഴത്തേക്കും എനിക്ക് എന്റെ ഫ്രണ്ടിൽ വന്നൊരു സംഭവമാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത്. പിന്നെ അത് എങ്ങനെ തുടങ്ങാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ അന്വേഷിച്ചു. ബേസിക്കലി യൂട്യൂബ് സെർച്ച് ചെയ്തു, ഇൻസ്റ്റാഗ്രാം നോക്കി, ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്തു. അവിടെ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു സംഭവം, ഇത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ലിങ്ക്ഡിനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ലിങ്ക്ഡിനിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് കുറെ ദിവസം ഞാൻ ഇത് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമായിട്ട് പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലിങ്ക്ഡിനിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് ക്ലയൻസ് വന്നു തുടങ്ങി. അപ്പോഴാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ്, ഇത് ചെയ്യുന്നതുകൊണ്ട് ക്ലയൻസിനെ കിട്ടും എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് ആസ് എ ഫ്രീലാൻസർ എനിക്ക് ഇഷ്ടംപോലെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ ക്ലയൻസിനെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് പോലും എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഒരു എക്സ്പെർട്ട് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഒരാളായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. സോ പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, ജോബ് റിലേറ്റഡ് ആയിട്ടാണേലും കരിയർ റിലേറ്റഡ് ആയിട്ടാണേലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണേലും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു സെഷൻ എടുക്കുന്നത്. എനിക്കിതൊരു ഫോർമൽ സെഷൻ ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എനിക്കൊരു കാഷ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു സെഷൻ ആയിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. സോ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ചാറ്റിൽ മെസ്സേജസ് ഇടാം, അല്ലെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കാം. ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഒപ്പീനിയൻസ് പറഞ്ഞെങ്കിൽ പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു സെഷൻ ആയിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും ഏത് ഇയേഴ്സ് ആണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ ഇപ്പോ ഏത് ഇയേഴ്സ് ആണ് കോളേജിൽ? ഓക്കെ, നിങ്ങളപ്പോ തേർഡ് ഇയർ, ഫൈനൽ ഇയർ ആ ഒരു റേഞ്ചിലുള്ള ആളുകളാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ നിങ്ങൾ എത്ര പേര് പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതിനെ പറ്റി നേരത്തെ ഇതിനു മുമ്പ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഹലോ, പറഞ്ഞോ. അതായത് നമ്മുടെ അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു പ്രസന്റേഷൻ എന്തായാലും ഷെയർ ചെയ്യാം. പ്രസന്റേഷൻ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ഇല്ല, ബേസിക് പ്രസന്റേഷൻ ആണ്. ഞാൻ എന്തായാലും പ്രസന്റേഷൻ ഷെയർ ചെയ്യാം, കുറച്ച് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഓക്കെ,
ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ബേസിക്കലി പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ വാട്ട്, വൈ ആൻഡ് ഹൗ ആണ് പറയാൻ പോകുന്നത്. ഒന്ന്, എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതും, പിന്നെ എന്തിനാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതും, പിന്നെ ഹൗ, എങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഞാൻ ബേസിക്കലി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനിടയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ എന്നോട് ചോദിക്കാം. മ്യൂട്ട് മാറ്റിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാണെങ്കിലോ അത് ചോദിച്ചാൽ മതി. ഞാൻ എന്താണെങ്കിലും റിപ്ലൈ തരാം. എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ 4 വർഷമായി ഫ്രീലാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ 20+ ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു ക്ലയന്റും എൻ്റെ അടുത്ത് ഒരു റെസ്യൂമേ ചോദിച്ചിട്ടില്ല, ഒരു CV ചോദിച്ചിട്ടില്ല. എനിക്ക് റെസ്യൂമേയും CV ഇല്ല. ഇത്ര നാളായിട്ട് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് ഒരു റെസ്യൂമേയില്ല, ഒരു CV ഇല്ല. എന്നിട്ടും ഞാൻ അറൌണ്ട് 20+ ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 40+ പ്രോജക്ട്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പല പല നീഷിൽ, അതായത് പല പല ഇൻഡസ്ട്രിയിലുള്ള ക്ലയൻസിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പല പല രാജ്യത്തുള്ള ക്ലയൻസിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരാരും എൻ്റെ അടുത്ത് റെസ്യൂമേ, CV എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഒരു ഇന്റർവ്യൂ പോലും ചോദിച്ചിട്ടില്ല. സെയിൽസ് കോൾ ആണ് ക്ലയൻസിന്റെ കൂടെ ഇരിക്കുന്നത്, അല്ലാതെ ഒരു ഇന്റർവ്യൂ പോലും ഞാൻ ഇരുന്നിട്ടില്ല. ഇതിനെല്ലാം കാരണം എന്റെ പേഴ്സണൽ ബ്രാൻഡാണ്. ഞാൻ എന്റെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തതുകൊണ്ട് എനിക്ക് റെസ്യൂമേ എന്ന് പറഞ്ഞൊരു കാര്യത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പം എന്റെ ഒരു ക്ലയന്റ് എന്റെ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ഞാൻ ഈ സർവീസസ് കൊടുക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി എന്റെ അടുത്ത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ക്ലയന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഫ്രീലാൻസ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങി വിത്തിൻ 1 month എനിക്ക് ആ ടൈമിൽ എന്റെ ഏറ്റവും ഹയസ്റ്റ് പേയിങ് ക്ലയന്റ് എനിക്ക് ലിങ്ക്ഡിൻ നിന്നാണ് വന്നത്. അത് എന്റെ കൂടെ ഒരു 8 to 9 months ആ ക്ലയന്റ് കൂടെ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എനിക്കൊരു 500 ഫോളോവേഴ്സ് പോലും ലിങ്ക്ഡിനിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് എനിക്ക് എന്റെ പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഉപകാരങ്ങൾ. ഇനി പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾക്ക് ബ്രാൻഡ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വേർഡ്സ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ബ്രാൻഡ്സ് എന്ന് തോന്നുന്നില്ല, പേഴ്സണൽ ബ്രാൻഡ് അല്ല, പൊതുവെ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് പൊതുവെ ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ, ഒരു സ്ട്രോങ് ബ്രാൻഡ് എന്ന് തോന്നുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണ്? പേരുകൾ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, അതുപോലെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ ഒരു ബ്രാൻഡാണ്, സാംസങ് ഒരു ബ്രാൻഡാണ്, അങ്ങനെ പല പല ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നെസ്ലെ, കാഡ്ബറി, അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. ഈ ബ്രാൻഡ്സ് എന്നുകൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കമ്പനിയുടെ പേരാണോ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണോ? അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബേസിക്കലി ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു ഫീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കളർ ആയിരിക്കാം. ഇതെല്ലാം ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പെർസെപ്ഷൻ ആണ് ആക്ച്വലി ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ സെയിം സംഭവമാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ പറ്റി ആൾക്കാർ എന്താണ് പെർസീവ് ചെയ്യുന്നത്, അതാണ് ബേസിക്കലി പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ എന്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും എന്റെ സ്കിൽസ് എന്താണ്, എന്റെ എക്സ്പെർട്ടൈസ് എന്താണ്, എന്റെ വാല്യൂസ് എന്താണ്, ഇതെല്ലാം ആൾക്കാർ എങ്ങനെയാണ് പെർസീവ് ചെയ്തിട്ടുള്ളത്, ഇതാണ് എന്റെ പേഴ്സണൽ ബ്രാൻഡ്. ഇപ്പോ ശ്രീലക്ഷ്മി AC എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ, ഇത് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്, ഇത്രയും ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്റെ പേഴ്സണൽ ബ്രാൻഡിന്റെ ഭാഗമാണ്. ഇപ്പൊ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെന്ന് കരുതാം. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ എന്നുള്ളതിലേക്ക് നിങ്ങളുടെ പ്രോജക്ട്സ് ഇതൊക്കെയാണ്. ഒരാളുടെ പേര് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഇയാൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഇതൊക്കെയാണ്, ഇയാൾ ഇത്ര ക്ലയൻസിനൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെ ഇയാളുടെ പേഴ്സണൽ ബ്രാൻഡിന്റെ ഭാഗമാണ്. ഇപ്പോ നമുക്ക് കുറെ ഫേമസ് പേഴ്സണാലിറ്റീസ് നോക്കാനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേഴ്സണൽ ബ്രാൻഡ്സ്, അതായത് ഫേമസ് പേഴ്സണൽ ബ്രാൻഡ്സ് ഏതൊക്കെയാണ്? അത് ഫേമസ് പേഴ്സണാലിറ്റീസ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഓക്കെ, ബിൽ ഗേറ്റ്സ്, എലോൺ മസ്ക്. ഓക്കെ, ബിൽ ഗേറ്റ്സ്, എലോൺ മസ്ക്, ഇപ്പോ ജെഫ് ബെസോസ്,
സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, മോഹൻലാൽ, പൃഥ്വിരാജ്, ഇവരെല്ലാം പേഴ്സണൽ ബ്രാൻഡ്സ് ആണ്. ഇവരെല്ലാവരുടെയും ഇൻഡസ്ട്രിയിൽ അവരുടേതായിട്ടുള്ള എക്സ്പെർട്ടൈസ് കാണിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, റൊണാൾഡോ, മെസ്സി, എല്ലാവരും സ്പോർട്സ് ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടേതായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഫീൽഡിൽ എക്സ്പെർട്ടീസ് കാണിച്ചിട്ട് ഉള്ള ആൾക്കാരാണ്. നമുക്ക് ഇവരെ പറ്റി നല്ലപോലെ അറിയാം, ഇവരുടെ വാല്യൂസ് അറിയാം, ഇവരുടെ ഹിറ്റ്സ് അറിയാം, ഇവരുടെ ഫെയിലേഴ്സ് അറിയാം, നമുക്ക് എല്ലാം അറിയാം. ഇവരെല്ലാം ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ്സ് ആണ്. ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറെ ആൾക്കാർക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്, മിസ്കൺസെപ്ഷൻ അല്ല, പാർഷ്യലി അത് കറക്റ്റ് ആണ്. പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളത് ഇൻഫ്ലുവൻസിങ് ആണോ എന്ന് കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഇൻഫ്ലുവൻസർ, നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇൻഫ്ലുവൻസർ ആവാന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് സെയിം ആണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? പേഴ്സണൽ ബ്രാൻഡിങ്ങും ഇൻഫ്ലുവൻസിങ്ങും സെയിം ആണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നാണെങ്കിലും പറഞ്ഞോളൂ. ഞാൻ ഇവിടെ നോക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഫോണിലാണ് ഞാൻ ചാറ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷൻ അല്ല. ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡിങ്ങും ഇൻഫ്ലുവൻസിങ്ങും സെയിം ആണോ എന്ന് ചോദിച്ചാൽ സെയിം അല്ല, പക്ഷെ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവർക്കും ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്, പക്ഷെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് അല്ല. മനസ്സിലായോ? ഇൻഫ്ലുവൻസിങ് എന്നുള്ളത് ബേസിക്കലി ഒരു ഓഡിയൻസ് ഡ്രിവൺ മാർക്കറ്റാണ്. അതായത് എൻഗേജ്മെന്റ് കൂട്ടുക, ഇഷ്ടംപോലെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക, സ്പോൺസർഷിപ്സ് വഴി പ്രൊഡക്റ്റ് വയ്ക്കുക, ഇതൊക്കെയാണ് ബേസിക്കലി ഇൻഫ്ലുവൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പേഴ്സണൽ ബ്രാൻഡ് ഒരു ലോങ് ടേം ഗെയിമാണ്. അതായത് ലോങ് ടേം നമ്മുടെ സ്കിൽസ്, എക്സ്പെർട്ടൈസ്, നമ്മുടെ സ്റ്റോറീസ്, വാല്യൂസ്, ഇതെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്, പക്ഷെ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടെന്ന് കരുതി നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവുന്നില്ല. പക്ഷെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെന്നാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്, എന്നാലേ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ആവാൻ പറ്റുള്ളൂ. മീൻസ് എല്ലാവർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്, അതാണ് ഒരു ഫാക്ട്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ടാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. നിങ്ങൾ എവിടെ പോസ്റ്റ് ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. ബേസിക്കലി നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർ നിങ്ങളെപ്പറ്റി എന്താണ് പെർസീവ് ചെയ്യുന്നത്. അതിപ്പോ നിങ്ങൾ എവിടെ പോസ്റ്റ് ഇടണം എന്നില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുകയാണെന്ന് കരുതാ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളിപ്പോ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇഷ്ടംപോലെ പ്രൊജക്ട്സ് ചെയ്യുന്ന ഒരാളാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ്. അത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണെന്നാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് അതാണ്. നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്നത്, അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. നമുക്ക് ഫ്രം സ്ക്രാച്ച് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതല്ല, നമ്മുടെ എല്ലാ പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ഷേപ്പ് ചെയ്യുക ചെയ്യണേ. അതായത് നമ്മളെ ആളുകൾ എങ്ങനെ കാണണം എന്നുള്ളത്, എങ്ങനെ പെർസീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഷേപ്പ് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഫ്രം സീറോ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കി എടുക്കുകയല്ല. ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻഫ്ലുവൻസിങ്ങും പേഴ്സണൽ ബ്രാൻഡിങ്ങും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ആവാം, പേഴ്സണൽ ബ്രാൻഡ് വേണം. ഇൻഫ്ലുവൻസർ ആവാനായിട്ട് ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് വേണം. പക്ഷെ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് കരുതി നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവുന്നില്ല. ഇപ്പോൾ ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ഉള്ള ഒരാളാണ്, എനിക്ക് ഇൻഫ്ലുവൻസർ ആവാൻ താല്പര്യമില്ലാത്ത ആളാണ്. രണ്ടും രണ്ട് രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ എനിക്ക് ഇൻഫ്ലുവൻസർ ആവണം എന്നാണെങ്കിൽ എനിക്ക് കുറെ ഓഡിയൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ, എന്റർടൈൻമെന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, എനിക്ക് സ്പോൺസർഷിപ്പ്, ഓഡിയൻസിനെ മോണിറ്റൈസ് ചെയ്യാണ് ഒരു ഇൻഫ്ലുവൻസർ ചെയ്യുന്നത്. പക്ഷെ പേഴ്സണൽ ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ. ഓപ്പർച്യൂണിറ്റീസ് പല രീതിയിലാവും. ചിലർക്ക് ക്ലയൻസ് ആവാം, ചില ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, ഇല്ലെന്നാണെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, കൊളാബറേഷൻസ് ആവാം, അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ഗ്ലോബൽ പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ്, പേഴ്സണൽ ബ്രാൻഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ എലോൺ മസ്ക്, ജെഫ് ബെസോസ്, ഇവരാരും ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾക്കറിയാലോ, ഇവരാരും ഇവരുടെ ഓഡിയൻസിനെ മോണിറ്റൈസ് ചെയ്ത് സ്പോൺസർഷിപ്സ് നടത്തുന്ന ആൾക്കാരല്ല. ഇവരെല്ലാം ഫേമസ് ആയിരിക്കുന്നത് ഇവരുടെ സ്കിൽസ് കൊണ്ടും അതേപോലെ തന്നെ ഇവരുടെ എക്സ്പെർട്ടീസ്, വാല്യൂസ്, ഇതൊക്കെ കൊണ്ടാണ് ഇവർ ഫേമസ് ആയിരിക്കുന്നത്. ആൾക്കാർ ഇവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇവരുടെ സ്കിൽസ്, ഇവരുടെ കമ്പനീസ്, ഇവരെന്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, ഇവരുടെ സക്സസ് സ്റ്റോറി എന്താണ്, ഇവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് ആൾക്കാർ ഇവരുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതാണിപ്പോ വാട്ട് ഈസ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇതാണ്. ഇനി വൈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ 3 ഓപ്ഷൻസ് ആ കൊടുത്തിട്ടുള്ളത്. ഇത് 3 അല്ല, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് 3 ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ POVന്ന് പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. ജോബ്സ്, ഫ്രീലാൻസിങ്, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് പറ്റും, പോസിബിൾ ആണ്.
ഇതിപ്പോ ജസ്റ്റ് ഒരു 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് ജോബ്സ്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു തുടങ്ങിയിട്ട് ലിങ്ക്ഡിന്ന് ഓൾമോസ്റ്റ് ഒരു അറൌണ്ട് 10 ജോബ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നിട്ടുണ്ട്. അതായത് 9 to 5 ജോബ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തത് കാരണം ലിങ്ക്ഡിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാർ ആരും എൻ്റെ അടുത്ത് ഒരു റെസ്യൂമേ പോലും ചോദിച്ചിട്ടില്ല. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന 9 to 5 ജോബിനുള്ള ചില ആൾക്കാർ ആണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ജോബ്സിന് വേണ്ടി പേഴ്സണൽ ബ്രാൻഡ് ചെയ്താലുള്ള ഗുണം. അതായത് റിക്രൂട്ടേഴ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ്, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞു എന്നാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെന്നാണെങ്കിൽ ആൾക്കാർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഇയാൾ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് ഈ സ്കില്ലുണ്ട്, ഇയാള് ഇത്രയും പ്രൊജക്ട്സ് കംപ്ലീറ്റ് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും ലേൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ റിക്രൂട്ടേഴ്സിന് മനസ്സിലാവും. ഇവര് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ ഹയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഒരു ഇന്റർവ്യൂവിനെങ്കിലും നിങ്ങളോട് ചോദിക്കും. അതാണ് പേഴ്സണൽ ബ്രാൻഡിങ് ജോബ്സിന് വേണ്ടി ചെയ്യുന്നതിന്റെ ഗുണം. ഇപ്പോ ഇവിടെ എത്ര പേര് ലിങ്ക്ഡിൻ അല്ല ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോജക്ട്സ് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യാനോ ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നിങ്ങളിപ്പോ എന്താ പറയാ, ജോബ്സിന് വേണ്ടി എങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഒരു കോഴ്സ് ചെയ്തു, അല്ലെന്നാണെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ്, ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് പിള്ളേർ, നിങ്ങൾ 3rd year 4th year എന്ന് പറയുമ്പോൾ മിനി പ്രോജക്റ്റ് മെയിൻ പ്രോജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ചെയ്യും. ഇല്ലെന്നാണെങ്കിൽ എന്തേലും ഒരു ചെറിയ ചെറിയ പ്രോജക്ട്സ്, ഇപ്പൊ നിങ്ങളിപ്പോ CSC IT ഉള്ളവരാണെങ്കിൽ എന്തായാലും ചെയ്യും, ബാക്കി ഡിപ്പാർട്ട്മെന്റും ചെയ്യും. എന്നാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പരീക്ഷ നോക്കിയിട്ടുണ്ടാവും. ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും, ചിലപ്പോൾ ഓൾറെഡി ഉള്ള ഒരു സംഭവം തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണതായിരിക്കും. പക്ഷെ അത് പബ്ലിഷ് ചെയ്താൽ റിക്രൂട്ടേഴ്സ് ഫൈൻഡ് ചെയ്യും, നിങ്ങളെ ഹയർ ചെയ്യും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ ജോബ് ഓഫർ വന്നിട്ടുണ്ട്. ജോബ് ഓഫർ വന്ന വേറെ കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിബിലിറ്റി ആണ് അവിടെ ഇൻക്രീസ് ആവുന്നത്. ആൾക്കാർ ഓക്കെ, ഇയാൾക്ക് പണി അറിയാം, ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഇയാൾക്ക് അറിയാം എന്ന ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ അവരെന്തായാലും നമ്മളുടെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. ഇനി അതല്ല, നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യാന്ന് കരുതാം. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ജോബിനും ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അയച്ചു കൊടുക്കുമ്പോൾ അത് ഒപ്റ്റിമൈസ്ഡ് അല്ല, അല്ലെങ്കിൽ അതിലൊന്നുമില്ല, അത് ബ്ലാങ്ക് ആണ് എന്ന് കരുതാം. അത് അത്ര ഇംപ്രസീവ് അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സ്കിൽസ് മാറ്റേഴ്സ്, സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓഫ് കോഴ്സ് സ്കില്ലാണ് പ്രയോറിറ്റി. പക്ഷെ ഇപ്പൊ ഞാൻ ഒരാളെ ഹയർ ചെയ്യാണെന്ന് കരുതാം, എനിക്ക് 10 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 10 പേർക്കും സെയിം ലെവൽ സ്കില്ലാണെന്ന് കരുതാം, ഷോൾഡർ ടു ഷോൾഡർ സെയിം ലെവൽ സ്കില്ലാണെന്ന് കരുതാം. പക്ഷെ അതിൽ ഒരാള് അയാളുടെ സ്കിൽസ് അല്ലെങ്കിൽ അയാളുടെ പ്രൊജക്ട്സ് അയാൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയാളിപ്പോ ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ എക്സ് ട്വിറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും അയാളുടെ പ്രൊജക്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അയാൾ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ഞാൻ അയാളെ ഹയർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതൽ. മനസ്സിലായോ? അതാണ് പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് ജോബ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉപകാരം. ജോബ് സെർച്ചിനായാലും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഫ്രീലാൻസിങ്. ഇവിടെ ഫ്രീലാൻസിങ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫ്രീലാൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നാണെങ്കിൽ പോലും, നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട് എന്നാണെങ്കിൽ ക്ലയൻസ് നിങ്ങൾ ഇങ്ങോട്ട് വരും, ക്ലയൻസ് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് തരും. അത് അങ്ങനെ തരാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്ലയന്റ് മീൻസ്, അപ്പൊ നമ്മൾ ഫ്രീലാൻസിങ്ങിന് വേണ്ടി നമ്മളെ കോണ്ടന്റ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ക്ലയന്റ് മീൻസ്, ടെസ്റ്റിമോണിയൽസ്, നമ്മളിപ്പോ ചെയ്യുന്ന പ്രോജക്ട്സ്, നമുക്ക് വന്നിട്ടുള്ള ചാലഞ്ചസ് നമ്മളത് എങ്ങനെ സോൾവ് ചെയ്ത്, നമ്മൾക്ക് വന്നിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്ലയൻസിന് വരുന്ന പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പുതിയ പൊട്ടൻഷ്യൽ ക്ലയൻസ് നമുക്ക് മെസ്സേജ് അയക്കും, അവർക്ക് നമ്മളോട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് മെസ്സേജ് അയക്കും. ഇങ്ങനെയാണ് ഫ്രീലാൻസിംഗിൽ പേഴ്സണൽ ബ്രാൻഡിങ് വർക്ക് ചെയ്യുന്നത്. ഇനി ഓൺടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവും, ഒരു കോ ഫൗണ്ടർ ആവാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. ഒരു ഓൺടർപ്രണർ ആവാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട് എന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരും. പാർട്ട്ണർഷിപ്സ്, ഇൻവെസ്റ്റ്മെന്റ്, അതേപോലെ ക്ലയൻസ്, കസ്റ്റമേഴ്സ്, അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പല എക്സാമ്പിൾസ് കൂടി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, എലോൺ മസ്ക് ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് വെച്ചാലും
കമ്പാരിറ്റീവ്ലി പിമ്പോട്ട് നിൽക്കുന്ന പേഴ്സണൽ ബ്രാൻഡ്സിനെല്ലാം അവർക്ക് എളുപ്പമാണ്. കാരണം അവർ ഓൾറെഡി അവിടെ അതോറിറ്റി ബിൽഡ് ചെയ്ത ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഈ മൂന്ന്, ഇപ്പോ ഈ ജോബ്സ് ആയാലും ഫ്രീലാൻസിങ് ആയാലും ഓണ്ടർപ്രണർഷിപ്പ് ആയാലും ഈ മൂന്ന് കാര്യങ്ങളിൽ പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടന്റ് ആയത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. ഇത്ര ഓക്കെ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഫൗണ്ടേഷൻസ് എടുക്കാം. ഈ 4 കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ വേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ജോബ്സിന് വേണ്ടിയാണ് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ എന്ന് കരുതാം. അങ്ങനെയെന്നാണെങ്കിൽ നിങ്ങളുടെ ഇന്റൻഷൻ എന്താ? ജോബ് വേണം, അതാണ് നിങ്ങളുടെ ഇന്റൻഷൻ. അങ്ങനെയെന്നാണെങ്കിൽ നിങ്ങൾ അത് ഷേപ്പ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഷേപ്പ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോ നിങ്ങളിപ്പോ ജോബിന് വേണ്ടിയാണ് നോക്കുന്നെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ആരായിരിക്കണം? നിങ്ങളുടെ ഓഡിയൻസ് റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഇങ്ങനത്തെ ആളുകൾ, നിങ്ങൾക്ക് ജോബ് തരാൻ ചാൻസ് ഉള്ള ആളുകൾ, ഇവരായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്. അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അവരെ അപ്പീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ എപ്പോഴും എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി എന്നുള്ള കാര്യം നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് കൺസിസ്റ്റന്റ് എഫോർട്ട് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഓക്കെ ഇയാളാണ് എന്റെ ടാർഗറ്റ് ഓഡിയൻസ്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ സംസാരിക്കേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിത് ചെയ്ത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ as soon as possible ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം കോണ്ടന്റ്. ഇപ്പോ നിങ്ങൾക്ക് കോണ്ടന്റ് ഉണ്ടാക്കാൻ ടഫ് ആയിരിക്കും എന്ന് കരുതുന്ന എത്ര പേരുണ്ട്? അതായത് ഇപ്പൊ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കലായിരിക്കും ഏറ്റവും ടഫ് എന്ന് കരുതുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ കോണ്ടന്റ് ആയിരിക്കും എളുപ്പം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആയിരിക്കും ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. സോ ബേസിക്കലി കോണ്ടന്റ് ആണ് ഏറ്റവും എളുപ്പം. നിങ്ങൾക്കിപ്പോ കോണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ടെക്സ്റ്റ് പോസ്റ്റോ അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഇപ്പൊ റീൽസ് അങ്ങനെ ഒരു ഇതാണ് കോണ്ടന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മെസ്സേജ് എന്താണ്, നമുക്ക് എന്താണോ പറയണ്ടേ, അത് ഏത് മീഡിയത്തിൽ കൂടി വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. വീഡിയോസിൽ കൂടി വേണമെങ്കിൽ വീഡിയോസിൽ കൂടി ഷെയർ ചെയ്യാം. ഗ്രാഫിക്സ്, ഇപ്പോൾ ഇൻഫോഗ്രാഫിക്സ്, ചീറ്റ് ഷീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വഴിയാണ് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. ഇനി അഥവാ ടെക്സ്റ്റ് പോസ്റ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ആ മീഡിയ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം, അതിൽ വർക്ക് ചെയ്യാം. ഇനി കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനില്ല. ബേസിക്കലി നിങ്ങളുടെ ജേർണി എന്താണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങൾ ആ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്തത്, നിങ്ങളുടെ ഫെയിലിയേഴ്സ് എന്താണ്, നിങ്ങളുടെ സക്സസ് എന്താണ്. ഇത് ചെറിയ കാര്യം. ഇപ്പൊ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അത് ഇറലവന്റ് ആണെന്ന് തോന്നുന്നത്, പക്ഷെ അത് വായിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇപ്പോ ചില കാര്യങ്ങൾ ഇപ്പൊ എന്റെ ക്ലയൻസ് ആണെങ്കിലോ അവർ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരോട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അതുപോലും അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവർക്ക് അത് വായിക്കുമ്പോഴത്തേക്കും അവർ ഇംപ്രസ് ആവും, അവർ റീച്ച് ഔട്ട് ചെയ്യും, അവർ നിങ്ങളോട് സംസാരിക്കും. നമുക്കായിരിക്കും ചിലപ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ അവർക്ക് അങ്ങനെ ആവണം എന്നില്ല. സോ നമ്മൾ ചെറുതാണെന്ന് തോന്നുന്ന ഒരു സക്സസ് ആണെങ്കിൽ പോലും ഫെയിലർ ആണെങ്കിൽ പോലും അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് ഷെയർ ചെയ്യുക. അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ കൺസിസ്റ്റൻസി എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ്. ഞാൻ ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു, കുറെ കാലം ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. അത് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം. അതായത് ഇപ്പോ നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും പോസ്റ്റ് ചെയ്യാം മിനിമം. ഇപ്പോ നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ഒരുപാട് സമയമൊന്നും ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത് പ്രൊഫഷൻ ആയിട്ട് എടുത്തുള്ള ഞാൻ പോലും 1.5 മണിക്കൂറിൽ കൂടുതൽ ലിങ്ക്ഡിനിൽ സ്പെൻഡ് ചെയ്യാറില്ല. ലിങ്ക്ഡിൻ പേഴ്സണൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഞാൻ പോലും 1.5 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് പോലും ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ തോന്നും, പക്ഷെ അത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെയിലി ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അതായത് ഒരു വീക്കിലി ഒരു 3 പ്രാവശ്യമെങ്കിലും വെച്ച് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അതൊരു കോമ്പൗണ്ട് എഫക്ട് പോലെയാണ്. ഇത് ലാസ്റ്റ് സമപ്പായിട്ടേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ അടുത്ത് 10 റിക്രൂട്ടേഴ്സ് വരും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം വരുന്നത്. ഇപ്പൊ നിങ്ങൾ 3rd ഇയേഴ്സ് ആണ്, നിങ്ങൾക്ക് 3rd ഇയേഴ്സ് 4th ഇയേഴ്സും ആണ്, നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങി ഇപ്പോഴേ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വളരെ ഉപകാരപ്പെടും ആ കാര്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിംഗ്. ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിംഗ്. നിങ്ങൾക്കിപ്പോ
നിങ്ങൾക്ക് ഇപ്പൊ പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ പേടിയുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ പൊതുവെ IEEE ആൾക്കാർക്ക് ഇഷ്ടംപോലെ മീറ്റപ്പിനും അത് ഇതിനൊക്കെ പോകുന്ന ആൾക്കാർ, നിങ്ങൾക്ക് പൊതുവെ ആ പേടി കുറവായിരിക്കുമല്ലോ. എന്നാലും പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? സോ ഓക്കെ, നെറ്റ്വർക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് ആദ്യമൊക്കെ പുതിയ ആൾക്കാരോട് ഇപ്പോൾ ലിങ്ക്ഡിൻ വഴിയാണെങ്കിൽ പരിചയപ്പെടുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഒരു നെറ്റ്വർക്കിംഗ് കോൾ എടുത്തു, സംസാരിച്ചു, പിന്നെ എനിക്കത് ശീലമായി. രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് കോളിൽ പേടിയുണ്ടായിരുന്നു, പിന്നെ അത് ശീലമായി. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് വരുന്നതും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും നെറ്റ്വർക്കിംഗ് കോൾസ് വഴിയാണ്. സെയിൽസ് കോൾസ് വഴി പോലും അല്ല, ജസ്റ്റ് നോർമൽ നെറ്റ്വർക്കിംഗ് കോൾസ്. പുതിയ ആളെ കാണുക, സംസാരിക്കുക, അവരോട് ജസ്റ്റ് സംസാരിക്കുക, അവരുടെ വർക്ക് എങ്ങനെ പോകുന്നു, എന്റെ വർക്ക് ഇങ്ങനെയാണ്, അവരോട് പുതിയ അപ്ഡേറ്റ്സ് എന്താ, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ അവരോട് ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെയൊക്കെ ജസ്റ്റ് നെറ്റ്വർക്കിംഗ് കോൾസ് എടുക്കുന്നത് വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ മന്ത്ലി ഒരു പുതിയ ആളായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണെന്നാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ 12 പുതിയ ആൾക്കാരുണ്ടാവും. ഈ 12 പുതിയ ആൾക്കാരിൽ നിന്ന് വെറും ഒരാൾ മതി നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട്. നിങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് തരാനോ, അല്ലെങ്കിൽ വലിയൊരു ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും നിങ്ങളുടെ കരിയർ വൈസ് വലിയ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് തരാൻ ഒരാൾ മതി. അപ്പൊ നെറ്റ്വർക്കിംഗ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ലിങ്ക്ഡിനിൽ കണിക്കാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കാന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഓക്കെ ഇയാളോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്ന് കരുതുന്ന ആൾക്കാരോട് കണക്ട് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുക അവർ റിപ്ലൈ ഒന്നും തരില്ല എന്ന്, പക്ഷെ അല്ല, അവരെല്ലാവരും നിങ്ങൾക്ക് റിപ്ലൈ തരും. എല്ലാവരും അല്ലെങ്കിൽ ഒരു 90% ആൾക്കാർ നിങ്ങൾക്ക് ലിങ്ക്ഡിനിലും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും. ഇത് ലിങ്ക്ഡിൻ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ആയാലും ശരി, ട്വിറ്റർ ആയാലും ശരി, അങ്ങോട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നാണെങ്കിൽ ചോദിക്കുക, സംസാരിക്കുക അവരോട്. അവര് ഒരു 90% ഓഫ് ദ ടൈം അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഇത് നിങ്ങളൊരു ശീലമാക്കി എടുക്കുക, നെറ്റ്വർക്കിംഗ് ഒരു ശീലമാക്കി എടുക്കുക. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും, അവരായിരിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് തരാൻ പോകുന്നത്. നിങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിലുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല, അല്ലെങ്കിൽ അതിനപ്പുറം നിങ്ങൾക്ക് ആരും അറിയില്ല എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും നെറ്റ്വർക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണം ജോലിക്ക് വേണ്ടിയിട്ട്. ഇത് കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് കഷ്ടപ്പാടായിരിക്കും. ഇപ്പോഴേ നിങ്ങൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോഴേ നിങ്ങൾക്ക് വലിയൊരു നെറ്റ്വർക്കിംഗ് പൂൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുതിയ പുതിയ ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ ആരെങ്കിലും? ഓക്കെ, നല്ലൊരു ശീലമാണ് അത്. അതിപ്പോ ഏത് കരിയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇപ്പൊ ജോബ് 9 to 5 ജോബ് ആണെങ്കിലും ശരി, ഫ്രീലാൻസിങ് ആണെങ്കിലും ശരി, ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിലും ശരി, എന്തായാലും നിങ്ങൾ നെറ്റ്വർക്കിംഗ് ചെയ്തിട്ടേ ഇരിക്കണം. പുതിയ ആൾക്കാരോട് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടേ ഇരിക്കണം. ഈ 4 കാര്യങ്ങളാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ഒരു ബേസിക്കലി ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലല്ല, ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ ഇൻ ദ സെൻസ് ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, എക്സ്, ട്വിറ്റർ, ഇതിൽ ഏതിലും എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം വളരെ എല്ലാവർക്കും നോർമലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഒപ്റ്റിമൈസ് യുവർ പ്രൊഫൈൽ. ഏതാണോ നിങ്ങളുടെ പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇപ്പോ ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇപ്പോൾ ബാനർ ആയിരിക്കും, ബയോ ആയിരിക്കും, എബൌട്ട് ആയിരിക്കും, ഈ എല്ലാ എക്സ്പീരിയൻസ്, സ്കിൽസ്, ഈ കാര്യങ്ങളെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ബയോ, പ്രൊഫൈൽ പിക്ചർ, യൂസർ നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക. അതുപോലെ ഇപ്പൊ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ഉണ്ട്, അത് എക്സ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ഉണ്ട്. ബേസിക്കലി ആ പ്ലാറ്റ്ഫോമിന് അനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈല് ഒപ്റ്റിമൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ്. നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തേണ്ടിയിരിക്കുക, പോസ്റ്റ് ചെയ്തേണ്ടിയിരിക്കുക. അത് പൊട്ടത്തെറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വളരെ റെലവെന്റ് ആണ്, അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷെ എന്നാലും ക്രിയേറ്റ് ചെയ്തേണ്ടിയിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസ് കോണ്ടന്റ് എല്ലാം പോസ്റ്റ് ചെയ്തേണ്ടിയിരിക്കുക. എൻഗേജ് വിത്ത് അതേഴ്സ്. നിങ്ങളുടെ പോസ്റ്റിൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങളുടെ പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഇയാളോട് സംസാരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരോട് അങ്ങോട്ട് ധൈര്യമായിട്ട് മെസ്സേജ് അയക്കുക, സംസാരിക്കുക, പേടിക്കാതെ. ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടാവും, പക്ഷെ 2-3 ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്കും ആ പേടിയൊക്കെ അങ്ങ് മാറും, ശീലവും. അപ്പോൾ അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുക, അവരോട് എൻഗേജ് ചെയ്യുക. അവരുടെ പോസ്റ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് അവർ ചെയ്യുന്ന കോണ്ടന്റ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർ തിരിച്ചും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബേസിക്കലി ലിങ്ക്ഡിൻ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുന്നത്, ഇത് കംപ്ലീറ്റ്ലി ജോബ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും നോട്ട് ചെയ്യുക. നിങ്ങളുടെ ഇന്റൻഷൻ എന്താ? ജോലി കിട്ടാന്നുള്ളതാണ്. അപ്പോൾ ആ ഇന്റൻഷൻ മനസ്സിൽ വെച്ചിട്ട് അതിപ്പോ നിങ്ങൾ ഓരോ ചേഞ്ച് വരുത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴും
ഓക്കെ ഇത് എനിക്ക് ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേണം. ആ ഒരു ഇന്റൻഷനിൽ വേണം നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. ഇനി ഫസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ലിങ്ക്ഡിനിൽ ഒരു ബാനർ വേണം, അതുപോലെ ഒരു ഹെഡർ വേണം, ഒരു ബയോ വേണം, പിന്നെ ഒരു എബൌട്ട് സെക്ഷൻ വേണം, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ആ എക്സ്പീരിയൻസ് എല്ലാം ആഡ് ചെയ്യുക. എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസിന്റെയും കൂടെ നിങ്ങൾ അവിടെ എന്താ ചെയ്തത്, അവിടെ നിങ്ങൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് കൂടി ആഡ് ചെയ്യുക. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ സ്കിൽസ് നിങ്ങൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്, ഇതെല്ലാം നിങ്ങളുടെ ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യാം. ഒരു കാര്യവും വിടരുത്, അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഷെയർ ഇൻസൈറ്റ്സ് ആൻഡ് ലേണിങ്സ്. നിങ്ങൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾക്കാണ് അത് ചെറിയ കാര്യം എന്ന് തോന്നുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ നിങ്ങളൊരു പുതിയൊരു കോഴ്സ്, ഇപ്പൊ കോഴ്സറയിൽ ഒരു കോഴ്സ് ചെയ്തിരുന്ന അത് അനൗൺസ് ചെയ്തേക്കാം. നിങ്ങൾ പുതിയ എന്തെങ്കിലും സംഭവം പ്രൊജക്ട് ഉണ്ടാക്കിയെന്നല്ല, ഈ പ്രൊജക്ട് ഉണ്ടാക്കുന്ന ഒരു ജേണിയില് അത് ഡോക്യുമെന്റ് ചെയ്യുക. അതായത് ഇതിന്റെ ബിഗിനിങ് തൊട്ട് ഇതിന്റെ എൻഡ് വരെ ഡോക്യുമെന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെയിലിയേഴ്സ് പറ്റിയെന്നാണെങ്കിൽ അതും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്നുള്ളത് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മെത്തേഡ്സ്, നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന്റെ മെത്തേഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് വലിയ കാര്യം അല്ലെങ്കിൽ പോലും ഷെയർ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നെറ്റ്വർക്ക് ആൻഡ് എൻഗേജ്. എപ്പോഴും ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തേ ഇരിക്കുക, പുതിയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തേ ഇരിക്കുക, ആൾക്കാരായിട്ട് സംസാരിച്ചേ ഇരിക്കുക. ഇഷ്ടംപോലെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നെറ്റ്വർക്കിംഗ് കോൾ എടുത്തില്ല എന്നാണെങ്കിൽ പോലും ടെക്സ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ആൾക്കാരോട് സംസാരിച്ചേ ഇരിക്കുക. നിങ്ങളുടെ വർക്കും റിസൾട്ട്സും കാണിച്ചുകൊണ്ടിരിക്കുക. റിസൾട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫെയിലിയേഴ്സ് ആണെങ്കിൽ പോലും അത് കാണിച്ചേ ഇരിക്കുക. വർക്ക് ഇപ്പൊ എന്തൊരു ചെറിയ വർക്ക് ആണെങ്കിലും അത് കാണിച്ചു. ഇപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ ടെക് റിലേറ്റഡ് വർക്ക് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ കോണ്ടന്റ് റൈറ്റർ ആയിരുന്നു, അപ്പോൾ എനിക്ക് അങ്ങനത്തെ വർക്കായിരുന്നു, റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായിരുന്നു. നിങ്ങൾ ഇപ്പോ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ നിങ്ങളൊരു വെബ് ഡെവലപ്മെന്റ് ആണെന്നാണെങ്കിൽ നിങ്ങളുടെ പ്രോജക്ട്സ് നിങ്ങൾ ചെയ്യുക. അതേപോലെ ഇപ്പൊ നിങ്ങൾ റിലേറ്റഡ് എന്തെങ്കിലും ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ അത്, എന്തൊരു ക്രിയേറ്റീവ് സ്കില്ലാണേലും ശരി, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സ്കില്ലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഏതൊരു സ്കില്ലാണേലും അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. അതിന്റെ റിസൾട്ട്സ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്തേ ഇരിക്കുക. ആരും മൈൻഡ് ചെയ്യണുണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു ലൈക്ക് പോലും കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ അതൊരു കാര്യമല്ല. ലൈക്കിലൊന്നും ഒരു കാര്യമില്ല. ഒരാളത് കണ്ടാൽ മതി നിങ്ങളുടെ ലൈഫ് മാറാൻ. ആ ഒരു എന്താ ഒരു പവർ അല്ല, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലല്ല, ഏതെങ്കിലും ഒരാൾ കണ്ടാൽ മതി നിങ്ങൾക്ക് ഏറ്റവും ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി വരാനായിട്ട്. അപ്പോൾ ലൈക്കും കമന്റും ഒന്നും നോക്കാതെ ഷെയർ ചെയ്തേ ഇരിക്കാം. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഷെയർ ചെയ്തേ ഇരിക്കാം. ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഓക്കെ എനിക്ക് ഇതിൽ നിന്ന് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നിർത്താതിരിക്കുക. നിങ്ങളും ക്ലോസ് ആയിരിക്കും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി, ഓപ്പർച്യൂണിറ്റീസിന്റെ അടുത്തേക്ക്. നിങ്ങൾ അപ്പോ നിർത്തിക്കഴിഞ്ഞാൽ അത് വളരെ നഷ്ടമാണ്. സോ കണ്ടിന്യൂസ്ലി ചെയ്തേ ഇരിക്കുക, പേഷ്യന്റ് ആയിട്ട് ചെയ്തേ ഇരിക്കുക. ഇതിനോട് നിങ്ങൾ ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമേ ഇല്ല. വീക്ക്ലി ഒരു 30 മിനിറ്റ്, ദാറ്റ് ഈസ് ഇനഫ്. അതിനപ്പുറം നിങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോഴേ ഇപ്പൊ 3rd ഇയറിലൊക്കെ തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. 4th ഇയർ ആണെങ്കിലും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല, കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ലേറ്റ് ആയിട്ടില്ല, എപ്പോ വേണേലും നിങ്ങൾക്ക് തുടങ്ങാം. ഷെയർ ചെയ്തേ ഇരിക്കുക. നമ്മളുടെ വർക്ക് എപ്പോഴും നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം, വേറെ ആരും നമുക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യില്ല. പ്രൊമോട്ട് ചെയ്തേ ഇരിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, എന്റെ ഫ്രണ്ട്സ് എന്നെ പറ്റി എന്ത് വിചാരിക്കും, അങ്ങനെ നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടോ? ആളുകൾ എന്നെ കളിയാക്കോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇപ്പോ ഈ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് എന്റെ ഫ്രണ്ടാണ്, അവളെ മൈൻഡ് ചെയ്യണ്ട. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പോസ്റ്റ് ഇട്ട് തുടങ്ങിയ സമയത്ത് ഇപ്പൊ എന്റെ ഫ്രണ്ട്, ഇപ്പൊ ഈ മീറ്റിൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവരാരും എന്നെ കളിയാക്കിയിട്ടില്ല. ഇപ്പോഴും ഇവരിവിടെ വന്നിരിക്കുന്നത് എന്നെ ചെയർ ചെയ്യാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ശരിക്കുള്ള ഫ്രണ്ട്സ് അങ്ങനെ കളിയാക്കൂല, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ കളിയാക്കുന്നുണ്ടെന്നാണെങ്കിൽ പിന്നെ ആ ഫ്രണ്ട്സിന്റെ ആവശ്യം നമുക്കില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു ചെറിയ ആഗ്രഹമാണെങ്കിൽ പോലും അതിന്റെ സീരിയസ്നെസ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വലുതായിരിക്കും. അത് ബാക്കിയുള്ളവർ കളിയാക്കുന്നുണ്ടെന്നാണെങ്കിൽ, അത് താഴ്ത്തി കാണുന്നുണ്ടെന്നാണെങ്കിൽ അവരെ പിന്നെ ഫ്രണ്ടായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും കളിയാക്കൂല. ശരിക്കുള്ള ഫ്രണ്ട്സ് നമ്മളെ കളിയാക്കൂല. ചിലപ്പോൾ തമാശക്ക് കളിയാക്കും, പക്ഷെ നമുക്കത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഡിസ്കറേജ് ചെയ്യൂല, നമ്മളൊരു എൻകറേജ് ചെയ്യുള്ളൂ. നിങ്ങളിപ്പോ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ കളിയാക്കോ. ഇപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റ് പോസ്റ്റ് ഇട്ട എക്സ്പീരിയൻസ് ഞാൻ പറയും. എനിക്ക് ആദ്യത്തെ പോസ്റ്റ് ഇടാനായിട്ട് ഞാൻ 1 മണിക്കൂർ പോസ്റ്റ്
പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത്. എന്റെ മൈൻഡിൽ ഫുള്ളും ഓക്കെ ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഞാൻ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ആൾക്കാർ എന്നെ കളിയാക്കുമോ, ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളും ചോദിച്ചു പോലും ഇല്ല. ഒരാളും അത് ആരും ശ്രദ്ധിക്കൂല ഈ കാര്യം. ഇനി അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ അവരെത്ര നേരം ഇതിനെപ്പറ്റി ആലോചിക്കും, കൂടിപ്പോയ ഒരു 10 മിനിറ്റ്. അതിനപ്പുറം അവർക്ക് അവരുടെ കാര്യമുണ്ട്. അവരെപ്പോഴും നമ്മളെ പറ്റി ആലോചിച്ചിരിക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോ ഇത് ചെയ്യാതെ ഇരുന്നിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഓക്കെ അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓർത്ത് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള തോട്ട് ആദ്യമേ മാറ്റുക. അത് ലിങ്ക്ഡിൻ എന്നല്ല. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എന്താ പറയാ വീഡിയോ ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടോ, പക്ഷെ നിങ്ങൾ ചെയ്യാത്തതിന്റെ ഒരേ ഒരു കാര്യം ആൾക്കാരെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ടാ. പൈസ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളാ, അല്ലാതെ ഈ ആൾക്കാരല്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഈ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ കരുതണം. ഈ ആൾക്കാർ ഒരിക്കലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് അസ്. നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നോ, നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അതിലേ കാര്യമുള്ളൂ. അല്ലാതെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യാതിരിക്കരുത്. ആദ്യത്തെ പോസ്റ്റ് ഇടുന്ന ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ആദ്യത്തെ പോസ്റ്റ് ഇടുന്ന ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതങ്ങ് ഈസി ആവും. നിങ്ങൾ പിന്നെ ആരെന്തോ എന്ന് പറഞ്ഞാലും ആദ്യമൊക്കെ ക്രിറ്റിസിസം വരുമ്പോഴത്തേക്കും നമുക്കൊരു ചിലപ്പോൾ ഒരു വിഷമമൊക്കെ വരും. പിന്നെ ഇറ്റ്സ് ഓക്കെ, നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. നമ്മൾ ചിലപ്പോ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഓക്കെ, നമ്മൾ മിസ്റ്റേക്സ് പറ്റിയിട്ടേ നമ്മൾ പഠിക്കുള്ളൂ. ഇത് വളരെ ക്ലീശ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതാണ് സത്യം. നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടേ നമ്മൾ പഠിക്കുള്ളൂ. ഇഷ്ടം പോലെ പ്രാവശ്യം മിസ്റ്റേക്സ് ഒരു ചില പോസ്റ്റിനൊന്നും നമുക്ക് ഒരു ലൈക്ക് പോലും കിട്ടൂല, അല്ലെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്യൂല. പക്ഷെ അതൊക്കെ ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. നമ്മൾ ഓരോ ദിവസവും നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്കിപ്പോ ഇന്നലത്തേലും ബെറ്റർ ആണോ ഇന്നത്തെ നമ്മളെന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്നത്തേലും നാളെ ബെറ്റർ ആക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അവർ നമ്മളെ പറ്റി ഒന്നും വിചാരിക്കൂല. അവർക്ക് നമ്മളെ പറ്റി അവർ വിചാരിച്ചിപ്പോ എന്താ കുഴപ്പം, ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പോ അങ്ങനത്തെ തോട്ടാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാത്തെങ്കിൽ അത് എന്തായാലും മാറ്റാം. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഒരു സെക്കൻഡ് കാര്യമല്ലേ ഉള്ളൂ പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് കളിയാക്കിക്കോട്ടെ എന്ന് വെക്കണം. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്കാ. പിന്നെ വേറെ ഒരാൾ കളിയാക്കണത് ഓർത്തിട്ട് നമ്മൾ എന്തിനും നമ്മുടെ ഗ്രോത്ത് വേണ്ടാന്ന് വെക്കണം. മനസ്സിലായോ? അപ്പം ആ തോട്ട് എന്തായാലും മാറ്റാം. ഇനി അടുത്തത് എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ്, നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഒന്ന്, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നിങ്ങൾ മെയിൻ ആയിട്ടും ജോബ്സിന് വേണ്ടി ആയിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ജോബ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും അപ്പീൽ ചെയ്യാൻ നമുക്ക് പറ്റൂല, എല്ലാവരും അപ്പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോ നിങ്ങൾ ജോബ്സിന് വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ 18-20 വയസ്സ് റേഞ്ചിലുള്ള ആൾക്കാരെ അപ്പീൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ അപ്പീൽ ചെയ്യേണ്ടത് ആരെ? റിക്രൂട്ടേഴ്സിനാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് എവിടെയാണ് റീച്ച് ചെയ്യേണ്ടത്, അവരെ മാത്രം നിങ്ങൾ അപ്പീൽ ചെയ്താൽ മതി. വേറെ എല്ലാവരെയും ഓടി നടന്ന് തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ഇംപ്രസ് ചെയ്യിക്കാനും നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു 2 വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോ റെലവെന്റ് ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള യൂട്യൂബേഴ്സ് കുറെ പേരൊന്നും ഇപ്പൊ റെലവെന്റ് അല്ല. കാരണം അവർ പോസ്റ്റ് ചെയ്യൽ നിർത്തി. ബേസിക്കലി ഇതാണ് പേഴ്സണൽ ബ്രാൻഡിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യൽ നിർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻകൺസിസ്റ്റന്റ് ആകുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മൾ മറക്കും. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഷോ അപ്പ് എവറി സിംഗിൾ ഡേ. എല്ലാ ദിവസവും എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മൾ എങ്ങും പോയിട്ടില്ല എന്ന് അറിയിക്കുക. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ നെറ്റ്വർക്കിംഗ് എൻഗേജ്മെന്റും ഇഗ്നോർ ചെയ്ത് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പില്ലർ. എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോ പേഴ്സണൽ ബ്രാൻഡ് ഇല്ലെങ്കിൽ പോലും ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അത്ര ഇമ്പോർട്ടന്റ് ആണ് നെറ്റ്വർക്കിംഗ്. മടിയൊക്കെ മാറ്റി വെച്ച് ആൾക്കാരോട് സംസാരിക്കുക, ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇപ്പോഴും കോണ്ടന്റ് ക്രിയേഷനിൽ പറ്റുന്ന ഒരു കാര്യമാണ് ഡോപ്പമിൻ ഹിറ്റ്. അതായത് ഒരു പോസ്റ്റിനൊരു 10 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ 10 ലൈക്ക് കിട്ടി, അടുത്ത പോസ്റ്റിന് 15 ലൈക്ക് വേണം, പിന്നെ 200 ലൈക്ക് വേണം, 2000 ലൈക്ക് വേണം, 1 മില്യൺ വ്യൂസ് വേണം. നമുക്ക് ആ ഒരു തോട്ട് വരും. നമുക്ക് എങ്ങനെയും വൈറൽ ആവണം, ആ ഒരു തോട്ട് വരും. പക്ഷെ നമ്മൾ ഈ വൈറൽ ആവണം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഗോൾ എന്താണോ അതിൽ നിന്ന് മാറിപ്പോകരുത്. വൈറൽ ആവണം നല്ലതാ, പക്ഷെ ഒരു റോങ് ടൈപ്പ് ഓഫ് വൈറാലിറ്റി കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഇന്റൻഷൻ ക്ലിയർ ആയിരിക്കണം. ആ ഇന്റൻഷനിൽ നിന്നിട്ട്
വൈറലാവണമെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. അല്ലാതെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വൈറലാവാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് ഏത് പ്ലാറ്റ്ഫോമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും. ഇപ്പൊ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണെങ്കിൽ ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് കൊണ്ട് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും വൈറലാവാം. നിങ്ങളുടെ എത്തിക്സിനുള്ളിൽ നിന്നിട്ടുള്ള എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് വേണ്ടത്, അല്ലെങ്കിൽ ലീഡ്സ് മീൻസ് ക്ലയൻസ് ആണ് വേണ്ടത്, കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടത്, അങ്ങനെയാണെന്നാണെങ്കിൽ ആ ഇന്റൻഷനിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി അടുത്തത് ടിപ്സ്. ബേസിക്കലി ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കഥ പറച്ചിലല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഏതൊരു മെത്തേഡ്, അതായത് ഏതൊരു മീഡിയത്തിൽ, ഇപ്പോൾ വീഡിയോ കോണ്ടന്റ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതിനകത്ത് ഒരു സ്റ്റോറി നമുക്ക് വെക്കാൻ പറ്റും. എല്ലാത്തിലും ഒരു സ്റ്റോറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്റ്റോറി ടെല്ലിംഗ്. നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ സ്റ്റോറീസ് ആയിക്കോട്ടെ, വേറെ നമ്മുടെ ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നമുക്കിതൊരു നറേഷൻ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നതാണെങ്കിൽ, ഇത് ഏതൊരു മീഡിയത്തിൽ കൂടി പറയാൻ പറ്റുന്നതാണെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ എല്ലാ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടന്റിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. ഹിറ്റ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റിലും ഒരു സ്റ്റോറി ഉണ്ടാവും. സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. സ്റ്റോറി ടെല്ലിംഗും പഠിക്കാം. സ്റ്റോറി ടെല്ലിംഗ് പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒന്ന് ഇഷ്ടംപോലെ ഫിക്ഷൻ വായിക്കാം, അല്ലാന്നാണെങ്കിൽ സിനിമ കാണാം. സിനിമ കണ്ടാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ആ സിനിമയിലെ സ്റ്റോറി എങ്ങനെയാ പോണെന്ന് നോക്കാം. സീരീസ് ആണെങ്കിൽ അതിൽ സ്റ്റോറി എങ്ങനെയാ പോണെന്ന് നോക്കാം. ഇഷ്ടംപോലെ ടെഡ് ടോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആൾക്കാർ സംസാരിക്കുന്ന ഒബ്സർവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സ്റ്റോറി ടെല്ലിംഗ് പഠിക്കുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ കോണ്ടന്റിൽ ഈ സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇപ്പോ ഇഷ്ടംപോലെ കോണ്ടന്റും കാര്യങ്ങളും ഉള്ള സമയത്ത് നമുക്ക് ഔട്ട്സ്റ്റാൻഡ്, നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്ന സാധനം സ്റ്റോറി ടെല്ലിംഗ്. സോ സ്റ്റോറി ടെല്ലിംഗ് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ഓരോ കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴാണെങ്കിലും സ്റ്റോറി ടെല്ലിംഗ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ലെവറേജ് അൽഗോരിതം. ഇപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ അൽഗോരിതം ഉണ്ടാവും. ഓരോ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നതിനും, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമായിരിക്കും. ലിങ്ക്ഡിനിൽ പ്രത്യേകതരം പോസ്റ്റുകൾ പ്രത്യേക രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് പഠിക്കാം. അത് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് പോസ്റ്റ് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇവിടെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ അവിടുത്തെ അൽഗോരിതം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പോസ്റ്റ് ചെയ്യാം. പക്ഷെ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇന്റൻഷൻ മാറിപ്പോകരുത്. നിങ്ങളുടെ ക്ലാരിറ്റി ഒരിക്കലും മാറിപ്പോകരുത്. എപ്പോഴും നിങ്ങളുടെ ഇന്റൻഷൻ എന്താണോ, നിങ്ങളുടെ ഗോൾ എന്താണോ അതിനു വേണ്ടി പോസ്റ്റ് ചെയ്യാം. പക്ഷെ ആൽഗോരിതം മനസ്സിലാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഇന്ന് പോസ്റ്റ് ഇട്ടാൽ നാളെ റിസൾട്ട് കിട്ടും എന്ന് നോക്കാതെ ഒരു ലോങ് ടേം ഗെയിം ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ടിപ്സ് എന്ന് പറഞ്ഞ് എനിക്കുള്ളത്, പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. So hi, ഹായ്. myself Ansaf. ഓക്കെ. ഞാൻ ഇവിടുത്തെ SBMDC ആണ്. സോ ഞാൻ ആക്ച്വലി ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കണേ. ഓക്കെ. എനിക്ക് മുമ്പ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ആക്ച്വലി. ഒരു അപ്വർക്കിലും ഫ്രീലാൻസിലും ഫൈവറിലൊക്കെ അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഐ കുഡന്റ് മെയിൻറ്റെയിൻ ഇറ്റ്. ആ ടൈമിൽ സ്കൂൾ ടൈം ആയിരുന്നു. ഓക്കെ. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സോ ഹാവ് യു എനി സജഷൻസ് ഓർ സംതിങ്? ഇപ്പോ ഈ പ്ലാറ്റ്ഫോംസിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഒന്ന് വളരെ ലോ പേയിങ് ആണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന പൈസയുടെ 25% അവർ പിടിക്കും. പിന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോ കഷ്ടപ്പെടാൻ റെഡി ആണെന്നാണെങ്കിൽ, അത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ റെഡി ആണെന്നാണെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഓക്കെയാണ്. ഞാൻ പറയുമ്പോൾ അതിലെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ആണെന്നാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇപ്പോൾ ബിഹാൻസ് പ്രൊഫൈലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ വർക്ക്സ് പബ്ലിഷ് ചെയ്തേ ഇരിക്കുക. അതേപോലെ ഇപ്പോൾ ലിങ്ക്ഡിനിലാണെങ്കിലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ വർക്ക് വരണ്ടേ, ഇപ്പോൾ ഫൗണ്ടേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കോ, ഏജൻസീസിന്റെ അടുത്ത് നിന്നായിരിക്കും, അങ്ങനെ എവിടെ നിന്നാണോ വർക്ക് വരണ്ടേ അങ്ങനത്തെ പ്ലാറ്റ്ഫോം അവരെവിടെ ഉള്ളേ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് കണ്ടുപിടിച്ച് ഇത് പബ്ലിഷ് ചെയ്തേണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് തരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഫൗണ്ടേഴ്സ് ആണെങ്കിലും കോ ഫൗണ്ടേഴ്സ് ആണെങ്കിലും ഏജൻസി ഓണേഴ്സ് അവരായിട്ടൊക്കെ സംസാരിക്കുക. ധൈര്യമായിട്ട് സംസാരിക്കുക. മെസ്സേജ് അയക്കുക അവർക്ക്. ഓക്കെ ഇതാണ് എന്റെ പോർട്ട്ഫോളിയോ, ചെക്ക് ഇറ്റ് ഔട്ട് എന്നൊരു മെസ്സേജ് അയക്കുക. അവർ നോക്കാതിരിക്കേ, ചിലപ്പോൾ നോക്കില്ലായിരിക്കും, പക്ഷെ നോക്കിയിട്ട് അവർക്ക് വർക്ക് ഇഷ്ടപ്പെട്ടാലോ അവരെന്തായാലും അപ്രോച്ച് ചെയ്യും. എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ വർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ പറയുമ്പോഴത്തേക്കും വർക്ക്സ് പബ്ലിഷ് ചെയ്തേ ഇരിക്കുക. പ്ലാറ്റ്ഫോംസ് നോക്കി കഷ്ടപ്പെടാൻ ഓക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും പ്ലാറ്റ്ഫോംസിൽ, ഇല്ലാന്നല്ല, പക്ഷെ നല്ല കഷ്ടപ്പാടായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇതൊരു ലോങ് ടേം ഗെയിം ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ് ഉണ്ട്.
കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഫ്രീലാൻസിങ് ജേർണി ഒക്കെ കാണിക്കുന്നത്. അവരൊക്കെ പറയുന്ന ഒരു കാര്യം പോർട്ട്ഫോളിയോ പബ്ലിഷ് ചെയ്യുക, വർക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന വർക്ക് പബ്ലിഷ് ചെയ്തേ ഇരിക്കുക, അത് പ്രൊമോട്ട് ചെയ്തേ ഇരിക്കുക. അത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ്, നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആയിരിക്കും വർക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ട്വിറ്റർ വഴി ഏറ്റവും കൂടുതൽ ക്ലയൻസ് കിട്ടുന്നത്, ചില ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഏറ്റവും കൂടുതൽ ക്ലയൻസ് കിട്ടുന്നത്, ചില ആൾക്കാർക്ക് റെഡിറ്റ് വഴി ഏറ്റവും കൂടുതൽ ക്ലയൻസ് കിട്ടുന്നത്. സോ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണോ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ എല്ലായിടത്തും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഏതാ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം, നിങ്ങൾക്ക് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് സ്ട്രാറ്റജി. ഹലോ ചേച്ചി. പറഞ്ഞോ. ഇപ്പൊ ഈ ലിങ്ക്ഡിനിൽ നമ്മള് നെറ്റ്വർക്കിംഗിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ ശരിക്കും നമ്മള് മെസ്സേജ് ചെയ്തിട്ട് അവരെ അപ്രോച്ച് ചെയ്യണ്ടേ? ഒരു പെർട്ടിക്കുലർ എയിം ഇല്ലാതെ നമ്മള് ജസ്റ്റ് നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു മൈൻഡ് വെച്ചിട്ടാണല്ലോ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ എങ്ങനെയാ അത് ശരിക്കും അവരെ അപ്രോച്ച് ചെയ്യുക? സോ ഒന്ന്, ഇപ്പൊ അവർ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ഇടുന്ന ആൾക്കാരാണെന്ന് കരുതുക, കണ്ടിന്യൂസ്ലി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് കരുതുക. അങ്ങനെയാണെന്നാണെങ്കിൽ അവരുടെ പോസ്റ്റുകൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ, ജെന്യുവൻലി നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, എനിക്ക് ഈ പോസ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഡൗട്ട് തോന്നി, അല്ലെങ്കിൽ ഈ പോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെ കണക്ട് ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ നിങ്ങളിപ്പോ അവർക്കൊരു കണക്ഷൻ ഇൻവൈറ്റ് അയക്കില്ലേ, ഇൻവൈറ്റ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഇൻവൈറ്റ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നോൺ പ്രീമിയം മെമ്പേഴ്സിന് 5 എണ്ണം എന്തോ അയക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. എന്നാലും 5 എണ്ണമെങ്കിൽ 5 എണ്ണം, 5 പേർക്ക് അയക്കാം. അവർക്ക് ആ മെസ്സേജിൽ തന്നെ ഐ വാണ്ട് ടു കണക്ട് വിത്ത് യു എന്ന് വെച്ചാൽ ഫോർ പ്രൊഫഷണൽ, ഫോർ ഫ്യൂച്ചർ കൊളാബറേഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് ആ മെസ്സേജ് അയക്കാം. മനസ്സിലായോ? താങ്ക് യു ശ്രീലക്ഷ്മി ചേച്ചി. ഇനി ഫീഡ്ബാക്ക് പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സോ. ഹലോ ചേച്ചി. ഹലോ, പറഞ്ഞോ. സായുജ്യ. സെഷൻ ഓവറോൾ ലൈക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടുന്നൊരു സെഷൻ ആയിരുന്നു. ഒരു ഓക്കെ, ആ ടേം അറിയാന്നുണ്ടെങ്കിലും അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ലൊരു ലൈക്ക് ഏകദേശം ഒരു ഐഡിയ ആയി. പിന്നെ ലൈക്ക് ടിപ്സ്, ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് നോട്ടബിൾ ആയിട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് അപ്ലൈ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഇൻസ്പിറേഷൻ എടുത്തിട്ട് എന്തായാലും ഞാൻ എന്റെ ലിങ്ക്ഡിൻ സെറ്റ് ആക്കാന്ന് വിചാരിക്കണം. അതെന്തായാലും ഉണ്ടാവും, ചെയ്യും. പിന്നെ PPT നല്ല രസമുണ്ട്. ഓക്കെ, PPT ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ ഫ്രണ്ട് ഫർഹാന ഇവിടെ മീറ്റിലുണ്ട്. അവളും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ PPT ഉണ്ടാക്കിയത്. ഫർഹാനക്ക് ഷൗട്ട് ഔട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിലും ഞാൻ ഇവിടെ എന്റെ ലിങ്ക്ഡിൻ ഹാൻഡിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിലും, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് സംസാരിക്കാനാണെന്നാണെങ്കിലും കണക്ട് വിത്ത് മീ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ തരും. നിങ്ങൾക്കിപ്പോ പേഴ്സണലി സംസാരിക്കണം എന്നാണെങ്കിൽ, 1-on-1 സംസാരിക്കണം എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇവിടെ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ ചേച്ചി, എന്തായാലും അടിപൊളിയുണ്ട്. ഓവറോൾ എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഞാനിവിടെ ചാറ്റിൽ എന്തായാലും എന്റെ ലിങ്ക്ഡിൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. 1-on-1 മീറ്റ് ഇരിക്കണം എന്നാണെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നാണ്, പേഴ്സണൽ ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഫ്രീലാൻസിങ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും, എന്ത് റിലേറ്റഡ് ഈ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. മീറ്റ് ഇരിക്കണം എന്നാണെങ്കിൽ ഓഫ് കോഴ്സ് മീറ്റ് ഇരുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്, ഇവിടെ വന്ന എല്ലാവർക്കും. ഓക്കെ ഗൈസ്. To formally conclude the section, I would like to invite Devika to deliver the vote of thanks. Okay. Hi, Cheshi. Hi. I am Devika. Okay. Thank you for sharing your valuable insights on personal branding and career growth. Okay. And thanks to everyone who joined us tonight. Your presence made the event special. Okay. Okay, guys. Bye. പിന്നെ എപ്പോഴെങ്കിലും കാണാം.